ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1857. ഇന്ന് ജനുവരി മാസം 30-ാം തീയതി. ഈ ആണ്ടിലെ 30-ാമത്തെ ദിവസമാണ്. കണ്ണുണ്ടായിട്ടും നമ്മളാരും കാണേണ്ടത് കാണുന്നില്ലെന്നും കാതുണ്ടായിട്ടും നമ്മൾ കേൾക്കേണ്ടത് കേൾക്കുന്നില്ലെന്നും സങ്കടം പറഞ്ഞു പരാതി അറിയിച്ച് ക്രിസ്തുയേശുവാണ്. അതിനെ നമ്മൾ ഭംഗിയായി അവഗണിച്ചു കളയുന്നു. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനത്തിൽ വിശന്ന് മരിക്കുന്നവന്റെ മുന്നിലിരുന്ന് നമ്മൾ എന്തുമാത്രം ദുഷ്ടരാണേലും സദ്യ ഉണ്ണാനായിട്ട് മുതിരുന്നില്ല. സത്യമല്ലേ? പിന്നെ നമുക്ക് സദ്യ വേണ്ടെന്ന് വെക്കാനും മനസ്സില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പകരം അവന്റെ ദാരിദ്ര്യത്തിന് ഇപ്പുറത്ത് നമ്മൾ വളരെ വലിയൊരു മതിൽ നിർമ്മിച്ചിട്ട് അതിനുള്ളിലിരുന്ന് എന്റെ ധാരാളിത്വം ഞാൻ ആസ്വദിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ദരിദ്രനോട് പകപോക്കുന്നത്. ഒന്ന് ആലോചിച്ച്, ഒരു കുറ്റബോധവുമില്ലാതെ ഞാനിങ്ങനെ ജീവിക്കുന്നു. സഹനങ്ങൾ കണ്ടിട്ട് പുറംതിരിഞ്ഞ് നടക്കുന്നു. അതാണ് ഒരു മനോഭാവം. മറ്റുള്ളവരുടെ സഹനങ്ങൾ കാണുമ്പോൾ ഞാൻ വേഗം പുറംതിരിഞ്ഞ് നടക്കുന്നു. മറ്റു ചില മനുഷ്യരുണ്ട്, ആർക്കും തന്നെ ഒരു സഹനവും ഇല്ല എന്ന് അവനവനെ തന്നെ സ്വയം വിശ്വസിപ്പിച്ച് ജീവിക്കുകയാണ്. ആർക്കും വലിയ ദാരിദ്ര്യമൊന്നും ഇല്ലെന്നേ, ആർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നേ, ഇതൊക്കെ വെറുതെ ആരോ പറയുന്നതാണെന്ന് അങ്ങനെ സ്വയം വിശ്വസിപ്പിച്ച് ജീവിക്കുന്നവർ. ഇതിലെ ആദ്യ കൂട്ടരുണ്ട്, മറ്റുള്ളവരുടെ സഹനങ്ങൾ കണ്ടിട്ടും അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കുന്നവർ. അവർക്ക് ഒരുപക്ഷെ ഭാവി കാലത്ത് എപ്പോഴെങ്കിലും മാനസാന്തരം വന്നേക്കാം. രണ്ടാമത്തെ കൂട്ടരുണ്ട്, സഹിക്കുന്നവരെ ഇല്ല എന്നുള്ള ഒരു സ്വയം വിശ്വാസത്തിലും ധാരണയിലും ജീവിക്കുന്നവർ. അവർ തങ്ങളുടെ സ്വാർത്ഥതയുടെ സംരക്ഷണ കുമിളയ്ക്കുള്ളിൽ എക്കാലവും അകപ്പെടും. എല്ലാവരും എങ്ങനെയാണ്? എന്ത്? അവനവന്റെ കാഴ്ചകളെ പരിമിതപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുത്ത കാഴ്ചകൾ മാത്രം മതി ഓരോരുത്തർക്കും. അതിനകത്ത് അപ്രതീക്ഷിതമായതും ആഗ്രഹമില്ലാത്തവയും കണ്ണിൽപ്പെട്ടാല് പെട്ടെന്ന് മുഖം തിരിക്കും. ഇഷ്ടമുള്ളവയെ അന്വേഷിച്ച് കണ്ടെത്തും, അല്ലാത്തവയെ എന്ത് വില കൊടുത്ത് നമ്മൾ ഒഴിവാക്കും. അവനവനുണ്ടാകുന്ന ചെറിയ നഷ്ടങ്ങള് മറ്റുള്ളവരുടെ വലിയ സന്തോഷത്തിന് കാരണമാകുന്നുവെങ്കിൽ ശരിക്കും ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ നമ്മളത് ചെയ്യേണ്ടതല്ലേ? വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായത്തില് ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നില്ല ഗോതമ്പ് മണിയുടെ ഉപമ. നിലത്ത് വീണത് അഴിയുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുമെന്നും അഴിഞ്ഞാലോ അത് ഫലം പുറപ്പെടുവിക്കും. ഫലമുള്ള മനുഷ്യരായി നമുക്ക് മാറാം. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ നമുക്ക് മനസ്സ് തുറന്ന് കാണാം, ഉൾക്കൊള്ളാം. ആമേൻ.